അദ്ദേഹത്തിന്റെ വീടിന് സമീപത്ത് വളരെ നീണ്ടു കിടക്കുന്ന പാടശേഖരങ്ങളുണ്ട്. അത് ദൃശ്യങ്ങളിൽ നേരത്തെ നമ്മൾ നൽകിയതാണ്. ആ സമയത്ത് അത് മുഴുവൻ വലിയ കൃഷിയിടങ്ങളായി, വലിയ നെൽപ്പാടങ്ങളായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൃഷിയൊന്നുമില്ലാതിരുന്ന പാടം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കർഷകരുടെ കൂട്ടായ്മ, പാടശേഖര സമിതികളൊക്കെ പോലെ ഉണ്ടാക്കി അദ്ദേഹം ഒരു കർഷക നേതാവെന്ന് വേണമെങ്കിൽ നമുക്ക് ഭംഗ്യന്തരേണ വിളിക്കാം. അദ്ദേഹം അങ്ങനെ അല്ലെങ്കിൽ പോലും അങ്ങനെ അവരുടെ ഒരു നേതൃത്വത്തിൽ അദ്ദേഹം അത് ഏറ്റെടുത്ത് അതിൻ്റെ ഒരു ചുമതലക്കാരനായി ജൈവ കൃഷി നടത്തി 100 മേനി വിളയിപ്പിച്ച് ആ നെല്ല് മാർക്കറ്റിലെത്തിച്ച്, വിപണിയിലെത്തിച്ച് ഉദയംപേരൂരിലെ കർഷകർക്ക് അവർക്ക് ഒരു നിവർന്നു നിൽക്കാൻ പറ്റുന്ന തരത്തിൽ അവരെ മുന്നോട്ട് നയിച്ച ഒരു നേതാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ പറയാം. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം വഹിച്ച പങ്ക് വലുതാണ്. ആ പാടശേഖരങ്ങളിലൊക്കെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞു എന്ന് നമുക്ക്, അദ്ദേഹത്തിൻ്റെ വിയർപ്പ് വീണ പാടശേഖരങ്ങൾ തന്നെയാണത്. അങ്ങനെ അദ്ദേഹം ഒരു കർഷകനായി, ഒരു കർഷക നേതാവായി അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. നേതാവെന്ന് ഞാൻ പറയുന്ന യഥാർത്ഥത്തിൽ ആ മട്ടിലല്ല, അദ്ദേഹം അവരുടെ നായകനായി, സിനിമയിലെ നായകനെ പോലെ അവരുടെ നായകനായി ആ കർഷകരെ നയിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളൊക്കെ ആ മട്ടിലും, സിനിമയിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ ഒതുങ്ങി നിന്നത്. സിനിമയിലാണെങ്കിൽ ശ്രീനിവാസന് മുൻപും ശേഷവും എന്ന നിലയിൽ മലയാള സിനിമ രണ്ടായി വിഭജിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ പറയുന്ന പുരസ്കാരങ്ങളൊക്കെ കിട്ടിയ സമയത്ത്, അപ്പോൾ വടക്ക് നോക്കി യന്ത്രത്തിനൊക്കെ പുരസ്കാരങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് ഇത്തരമൊരു സിനിമയ്ക്ക് പുരസ്കാരം നൽകാൻ എങ്ങനെ കഴിയുന്നു എന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട്. അപ്പോൾ അതിനുശേഷം അത്തരം സിനിമകൾ എന്ന് വെച്ചാൽ അത്തരം ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ നവതരംഗം എന്ന് പറയുന്ന തരത്തിൽ സിനിമകളിൽ വലിയ മാറ്റമുണ്ടായതാണ്. അങ്ങനെ ആ മാറ്റമുണ്ടായപ്പോൾ ഒരുപക്ഷെ അതിനൊക്കെ മുമ്പ് തന്നെ അത്തരം മാറ്റത്തിന് തുടക്കം കുറിച്ച ഒരു ചലച്ചിത്ര പ്രവർത്തകനായിരുന്നു ശ്രീനിവാസൻ. മാറ്റത്തിന് തുടക്കം കുറിക്കുക മാത്രമല്ല, ആ മാറ്റത്തെ മുന്നിൽ നിന്ന് നയിക്കുക കൂടി ചെയ്തയാളാണ് ശ്രീനിവാസൻ. അങ്ങനെ എല്ലാ കാലത്തും ഈ മാറ്റങ്ങൾക്കൊപ്പം അതിൻ്റെ ചാലകശക്തിയായി, അതിൻ്റെ പ്രേരക ശക്തിയായി ശ്രീനിവാസൻ എന്ന ചലച്ചിത്ര പ്രവർത്തകനുണ്ടായിരുന്നു. അത് തിരക്കഥാകൃത്തും കഥാകൃത്തും സംവിധായകനും നടനുമൊക്കെയായി അദ്ദേഹം നമ്മളുടെ കൂടെ മലയാള സിനിമയുടെ വളർച്ചയുടെ പടവുകളിൽ അതിനെ നയിക്കാൻ, അതിനെ കൈപിടിച്ച് അദ്ദേഹവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മലയാള സിനിമ ശ്രീനിവാസന് മുമ്പും ശേഷവും എന്ന നിലയിലേക്ക് മാറുകയും ചെയ്തത് നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്രയോ സിനിമകളുണ്ട്, ഇനിയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എത്രയോ കഥകൾ ഉണ്ടായിരിക്കാം, അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് എത്രയോ തിരക്കഥകൾ ഇനിയും പിറവി കൊള്ളാൻ ബാക്കിയുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അഭിനയിക്കാതെ മാറ്റിവെച്ചതാണ്, ഞാൻ ചെയ്യാതെ മാറ്റിവെച്ചതാണ് ചില സിനിമകളെ പറ്റി അദ്ദേഹം നടത്തിയ ഒരു പരാമർശമൊക്കെ പിൽക്കാലത്ത് വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്താണ്. ആ നിലയിൽ സിനിമ തിരഞ്ഞെടുക്കുന്നതിലും അദ്ദേഹം കഥ തിരഞ്ഞെടുക്കുന്നതിലുമൊക്കെ അദ്ദേഹം കാണിച്ച അദ്ദേഹത്തിൻ്റെ ഒരു രീതി, അത് ഒരു ശ്രീനിവാസൻ, വേറൊരു തരത്തിൽ നമുക്ക് ശ്രീനിവാസൻ ടച്ച് എന്ന് വേണമെങ്കിൽ ഇനി അദ്ദേഹത്തിൻ്റെ അത്തരം അഭിനയ മുഹൂർത്തങ്ങളെയും കഥകളെയും അദ്ദേഹത്തിൻ്റെ സംവിധാന സംരംഭങ്ങളെയും ഒക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. ആ നിലയിൽ മലയാളിയുടെ സാധാരണ ഇടത്തരക്കാർ, ഇപ്പോൾ ശ്രീനിവാസൻ്റെ കഥകളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ കഥാപാത്രങ്ങളാണെങ്കിലും ഒക്കെ നമ്മളോടൊപ്പം ചാരുബെഞ്ചിലിരിക്കുന്ന, നമ്മളോടൊപ്പം കസേരയിലിരിക്കുന്ന, നമ്മളുടെ അനുഭവങ്ങളെ അല്ലെങ്കിൽ ആ അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന തരത്തിൽ സാധാരണക്കാരായ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്ന ഒരുതരം പാത്ര സൃഷ്ടിയിലെ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായ ഇടപെടലൊക്കെ നമ്മൾ എത്രയോ സിനിമകളിൽ, അദ്ദേഹത്തിൻ്റെ തിരക്കഥയിലും അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളിലുമൊക്കെ കണ്ടിട്ടുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.